ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ടയൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതിനത് മാറ്റി വെക്കാം. ഇനി ഞാനതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള പകുതി ഭാഗം വരെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി, അതിൻ്റെ ഉള്ളിലത്തെ കുരുവും വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം കുക്കുംബർ, അതും അതിൻ്റെ ഉള്ളിലത്തെ കുരുവും വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് തന്നെയാണ്. എല്ലാം കൂടി ബൗളിലേക്ക് ഇട്ടെടുക്കാം. ഇനി അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുരുമുളകാണ് ചേർക്കുന്നത്. പിന്നെ ഗ്രേറ്റ് ചെയ്തെടുത്ത ഒരു എഗ്ഗും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് മയോണൈസാണ് ചേർക്കുന്നത്. മയോണൈസ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. എണ്ണയോ മുട്ടയോ ഒന്നും ചേർക്കാത്ത മയോണൈസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ്. വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കാണാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പ് ഞാൻ ചേർക്കാത്തത്, ഞാൻ മയോണൈസ് ഉണ്ടാക്കിയെടുക്കുമ്പം അതിൽ കുറച്ച് ഉപ്പ് കൂടിപ്പോയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കാത്തത്. അത് മാത്രമല്ല, എഗ്ഗ് ഞാൻ വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ ഇതിനുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി അതിലേക്കുള്ള ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കണം. അത് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 6 എണ്ണം വരെ ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 6 ബ്രെഡ് വരെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് ആ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ബാക്കിയുള്ള സാൻഡ്വിച്ചും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.